കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഈ രാത്രി വേളയിൽ ലൈവായി നടത്തപ്പെടുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ രാത്രി ആയിരിക്കാൻ ദൈവമിടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചില എപ്പിസോഡുകൾ പിന്നിട്ട് ഏതാണ്ട് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ നാം പഠിക്കുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ള പഠനത്തിനായി ഈ രാത്രിയിലെ അവസരം വിനിയോഗിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ പശ്ചാത്തലവും അപ്പോൾ തന്നെ ലേഖനത്തിൻ്റെ ആരംഭത്തിലേക്ക് നാം പ്രവേശിക്കുകയും കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഫിലിപ്പിയർ ആ പൗലൂസിനോട് കാണിച്ച കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ഏതാണ്ട് 10 വിഷയങ്ങൾ, കൂട്ടായ്മ എന്ന പദത്തിൻ്റെ പങ്കാളിത്തം എന്നുള്ള വിഷയത്തെക്കുറിച്ച് 10 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. പ്രത്യേകാൽ ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പൗലൂസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറഞ്ഞ ഒരു വാക്യഭാഗം ഉദ്ധരിച്ചാണ് ഇന്ന് രാത്രിയിലെ ക്ലാസ്സിൽ സംസാരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിങ്ങനെയാണ്, നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. പൗലൂസ് ഫിലിപ്പിയിലെ വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങളിൽ ആരംഭിച്ച ആ നല്ല പ്രവൃത്തി അത് ആരംഭിച്ചവൻ തന്നെ അത് തികയ്ക്കും. നല്ല പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി അതിൻ്റെ ആരംഭം, വളർച്ച, ഒടുവിൽ അതിൻ്റെ പൂർണ്ണമായ അനുഭവത്തിൽ കൊണ്ടുവന്ന് നിങ്ങളിൽ അത് തികയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലൂസ് പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കാരണം, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചു. അതാരംഭിക്കുക മാത്രമല്ല, ആരംഭിച്ചവൻ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ് എന്ന് പൗലൂസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് ഓർപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന ദൈവപ്രവൃത്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് ആ നിലകളിലുള്ള ചില ചിന്തകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കണമേ, 138 സങ്കീർത്തനത്തിൽ അതിനുപോൽബലകമായ ഒരു വാക്യഭാഗമുണ്ട്. ആ വാക്യഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. 138 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അങ്ങനെയാണ് മലയാളം ബൈബിളിൽ കിടക്കുന്നത്. എന്നാൽ അതിൻ്റെ ശരിയായ ഭാഷാന്തരം ശ്രദ്ധിച്ചാൽ, എൻ്റെ കാര്യത്തിൽ തനിക്കുള്ള ലക്ഷ്യം കർത്താവ് നിറവേറ്റും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും എന്ന് നാം ഈ സങ്കീർത്തന ഭാഗത്ത് വായിക്കുന്നത്. മറ്റൊരു ഭാഷാന്തരത്തിൽ വായിക്കുന്നത്, എന്നെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ദൈവം ശുഭപര്യവസാനമാക്കി തീർക്കും എന്ന് പറഞ്ഞാൽ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെല്ലാം ഒരു ശുഭ പര്യവസാനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സങ്കീർത്തനത്തിൽ തന്നെ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ കഷ്ടതയിൽ നടന്നാലും
ഈ സമയത്ത് ദാവീദ് കഷ്ടങ്ങളുടെ നടുവിലൂടെയാണ് നടന്നു പോകുന്നത്. ജീവിതത്തിൽ ശുഭകരമായ അനുഭവങ്ങൾ ഒന്നുമില്ല. അശുഭങ്ങളായ പല അനുഭവങ്ങളിലൂടെയാണ് താൻ ദൈനംദിനം യാത്ര ചെയ്യുന്നത്. സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. എങ്കിലും ദാവീദ് പറയുകയാണ്, എന്നിൽ ആരംഭിച്ചിരിക്കുന്ന ദൈവിക ലക്ഷ്യം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ആ പർപ്പസ്, എത്ര കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും അത് എന്ത് ചെയ്യുന്നില്ല, അത് നിന്നു പോകുന്നില്ല. അതിൻ്റെ ഒടുവിൽ ഒരു ശുഭ പര്യവസാനത്തിലേക്ക് ദൈവം എന്നെ നടത്തുവാനിടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്ന, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടങ്ങളുടെയും ക്ലേശങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നടുവിലൂടെ നടക്കേണ്ടി വന്നാലും ആ നിലകളിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്ക് മുൻപിൽ ശക്തിയോടെ കുമിഞ്ഞുകൂടിയാലും ദൈവം നമ്മെ വേർതിരിച്ച, ദൈവം നമ്മെ മാറ്റി നിർത്തിയ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന ആ അളവിൽ ദൈവം നമ്മെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, അതിൻ്റെ പര്യവസാനത്തിലേക്ക് ശുഭകരമായി എത്തിക്കുമെന്നുള്ള കാര്യം ആമേൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിച്ചവരിലൂടെ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദാവീദിന്റെ ജീവിതം അതിന് മകുടോദാഹരണമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ദാവീദിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഇസ്രായേലിന്റെ നടുവിൽ ഒരു രാജാവായിരിക്കാൻ ദാവീദിനെ ദൈവം കണ്ടു, തിരഞ്ഞെടുത്തു, ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈശായുടെ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായ ദാവീദിനെ തൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചു വരുത്തി ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് അഭിഷേകത്തിന്റെ തൈലം അവന്റെ തലമേൽ പകരുവാനിടയായിത്തീർന്നു. നമുക്കറിയാം, ആമേൻ, രാജാവായി ഇസ്രായേലിന്റെ നടുവിൽ അഭിഷേകം ചെയ്യപ്പെട്ട ഈ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആമേൻ രാജകൊട്ടാരത്തിലേക്കല്ല അവൻ പോയത്, രാജസിംഹാസനത്തിലല്ല അവൻ ഇരുന്നത്. ആ നിലകളിലുള്ള സുഖകരമായ അനുഭവങ്ങളൊന്നും ആയിരുന്നില്ല ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഏറ്റവും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെയാണ് ദാവീദിന്റെ ജീവിതത്തിൽ അടിക്കടി നേരിടുവാനിടയായത്. എന്നാൽ അവന്റെ മേൽ പകർന്ന അഭിഷേകം, അവനിൽ ആരംഭിച്ച ദൈവിക പ്രവൃത്തി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവവചനം നമ്മെ ഉറപ്പോടെ പഠിപ്പിക്കുന്നു. എങ്കിൽ നമുക്കറിയാം, പ്രതികൂലങ്ങളെ ചികഞ്ഞു മാറ്റിക്കൊണ്ട് അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ദാവീദിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇസ്രായേലിലെ മുഴുവൻ ഗോത്രങ്ങളുടെയും നടുവിൽ അവരെ മുഴുവനായി ഭരിക്കത്തക്ക നിലയിൽ ഒരു രാജാവാക്കി ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടവഴിയിൽ അതിനെ ചോർത്തിക്കളയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായെന്ന് വരാം. സിംഹാസനം വിട്ട് ദാവീദ് ഒലിവുമലയുടെ കയറ്റം കയറിയതുപോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ടായെന്ന് വരാം. എങ്കിലും ദൈവം ഒരുവനെ കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്നത് ദൈവം പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനാണെന്ന് ആമേൻ ഈ വാക്യത്തിലൂടെ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനുമായിട്ട് കഴിയും. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ സഖരിയ പ്രവചനത്തിൽ നിന്നുള്ള ഒരു വാക്യഭാഗം എൻ്റെ ചിന്തയിലേക്ക് വരുവാനിടയായി തീർന്നു. സഖരിയ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ 4-ാം അധ്യായത്തിലാണ് ആ ഭാഗം നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്താൽ ആമേൻ ആരംഭിക്കപ്പെട്ട ദൈവിക പ്രവൃത്തിയെക്കുറിച്ച് സഖരിയാവ് ആമേൻ സംസാരിക്കുമ്പോൾ താൻ പറയുന്ന ഒരു പദം എല്ലാം വായിക്കുവാനായിട്ട് ഞാൻ അവസരം എടുക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, യഹോവയുടെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവൻ്റെ കൈ തന്നെ അത് തീർക്കും. നമുക്കറിയാം, എസ്രായുടെ പുസ്തകത്തിലാണ് അതിൻ്റെ പശ്ചാത്തലം കിടക്കുന്നതെന്ന് നമുക്കറിയാം.
കോരേശി രാജാവ് പുറപ്പെടുവിച്ച ഒരു വിളംബരമനുസരിച്ച് പുറപ്പെട്ട ജനം മുൻപോട്ട് വന്ന് ദൈവത്തിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിടുവാനും ദൈവിക പ്രവൃത്തി ആരംഭിപ്പാനും ഇടയായി. എന്നാൽ അത് ഒരു നല്ല തുടക്കമായി നമുക്ക് തോന്നിയെങ്കിലും എതിർപ്പുകൾ ഒത്തിരി കടന്നു വന്നു. സ്തോത്രം. ആ നിലകളിൽ ആലയത്തിൻ്റെയും ആരാധനയുടെയും പണികൾ മുടക്കി. നമുക്കറിയാം, ആ വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ദീർഘവർഷങ്ങൾ ആ പണികൾ മുടങ്ങിക്കിടന്നു. ആരാധനയ്ക്ക് വേണ്ടി മുൻപോട്ട് വന്ന ജനം, ആലയത്തിൻ്റെ പണികൾക്ക് വേണ്ടി മുൻപോട്ട് വന്ന ജനം, ആമേൻ, അതിൽ നിന്ന് വിമുഖരായി സ്വന്തം പാർപ്പിടങ്ങൾ പണിയുവാൻ തുടങ്ങി. ആരാധനയ്ക്കായിട്ടുള്ള ക്രമീകരണങ്ങളിൽ നിന്ന് അവരകന്നു മാറിയിരിക്കുമ്പോൾ ഹഗ്ഗായിയെയും സക്കരിയാവിനെയും ദൈവം ഉണർത്തിയിട്ട് അവരിലൂടെ അറിയിച്ച ദൂതുകളാണ് ഈ പ്രവചന ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ആലയത്തിൻ്റെ പണികൾ നടക്കാതെ വന്നപ്പോൾ ആമേൻ സെരുബ്ബാബേലിന്റെ ഉണർത്തിയിട്ട് ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് പണിയുക. സക്കരിയാവിലൂടെ ദൈവത്തിന്റെ സന്ദേശമുണ്ടായി, എഴുന്നേറ്റ് പണിയുക. ആമേൻ. ആ നിലകളിൽ എതിർപ്പുകളുടെ നടുവിൽ ഹഗ്ഗായിയും സക്കരിയാവും പ്രവചിച്ചതനുസരിച്ച് ജനം എഴുന്നേറ്റ് പണിയുവാൻ ആരംഭിച്ചു. ആമേൻ. സക്കരിയാവ് ദൂത് പറഞ്ഞത് 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. സ്തോത്രം. ഒരു കല്ല് പോലും പെറുക്കി വെച്ച് ആമേൻ അല്പം പോലും പണി നടത്തുവാൻ കഴിയാതെ ദൈവജനത്തിന്റെ പണിയെ മുടക്കി ശത്രുവായവൻ ശക്തിയോടെ പൊരുതി നിൽക്കുമ്പോൾ ദൈവാത്മാവിൽ നിവേശിതരായി ഹഗ്ഗായിയും സക്കരിയാവും ദൂത് പറയുകയാണ്. എന്താ ദൂത്? സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും. നിനക്കതുപോലെ നിൽക്കാൻ കഴിയത്തില്ല. എതിർത്തുകൊണ്ട് ദൈവജനത്തിന്റെ പണിക്കെതിരെ, ദൈവമക്കളുടെ മുന്നേറ്റത്തിനെതിരെ, ആത്മാവിൽ ആരംഭിച്ച ദൈവപ്രവൃത്തിക്കെതിരെ, പ്രാർത്ഥനയോടെ ആരംഭിച്ച ദൈവപ്രവൃത്തിക്കെതിരെ, ദൈവത്താൽ നൽകപ്പെട്ട ദൈവികമായ വിളംബരത്തിനെതിരെ, ദൈവാരാധനയുടെ പ്രവൃത്തിക്കെതിരെ നിനക്ക് ഉയർന്നു നിൽക്കാൻ കഴിയത്തില്ല. നീ എത്ര വലിയ പർവ്വതമായിരുന്നാലും നീ സമഭൂമിയായി തീരും, സമഭൂമിയായി തീരും. എന്നിട്ട് പറയുകയാണ്, കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. പണ്ട് ഈ JCB ഒന്നും കണ്ടുപിടിക്കാതിരുന്ന കാലത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. വലിയ തടി ഇങ്ങനെ ഉന്തി വലിയ ലോറിയിലേക്ക് കയറ്റുമ്പോൾ അവർ പറയുന്നൊരു പദമുണ്ട്, ഐലസ എന്ന് പറഞ്ഞാണ് ഓരോ ഉന്തി എന്ത് ചെയ്യുന്നത്? ഈ തടി കയറ്റുന്നത്. ഇത്രയും ഭാരമുള്ള ഈ കല്ലുകൾ, തലക്കല്ലായിരിക്കുന്ന ഈ കല്ലുകൾ, പണിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കല്ലുകൾ, ഇതിനെ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുമ്പോൾ, മുൻപോട്ട് കയറ്റുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, കൃപ. ഐലസ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൊരു പദം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പറയാനുള്ള പദം കൃപ എന്ന് പറഞ്ഞാൽ അറിയിക്കാനാവാത്ത സ്ഥാനത്ത് ദൈവം നൽകിത്തരുന്ന ദൈവശക്തിയും ആനുകൂല്യവുമാണ് ഈ ദൈവപ്രവൃത്തിയുടെ പുറകിലുള്ളത്. അതിൻ്റെ കാരണം ദൈവം അടിസ്ഥാനമിട്ടതിനെ ദൈവം പണിയുവാൻ ശക്തനാണ്. ദൈവം ആരംഭിച്ചതിനെ തീർക്കുവാൻ ദൈവം ശക്തനാണ്. അതിനെതിരെ ഏതൊക്കെ കന്മതിലുകൾ, ഏതൊക്കെ തീജ്വാലകൾ, ഏതൊക്കെ പർവ്വതങ്ങൾ ഉയർന്നു നിന്നാലും അതിൻ്റെ നടുവിലൂടെ ചാലൊരുക്കി അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രവൃത്തിയിലൂടെ സെരുബ്ബാബേലിൽ കൂടെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് നാം ഇവിടെ വായിക്കുവാനിടയായി തീർന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ഈ നല്ല പ്രവൃത്തി നിന്നിൽ ദൈവം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതം പോലെ ഒരു പിടി വിഷയങ്ങൾ പലപ്പോഴും നമുക്കും നമ്മുടെ ജീവിതത്തിന്റെ മുന്നേറ്റ
മുന്നേറ്റത്തിനും നമ്മുടെ ആത്മീയ പ്രവർത്തിക്കുമൊക്കെ എതിരെ ശക്തമായി ഉയർന്നു നിന്നെന്ന് വരാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ക്ലാസ് ആണെങ്കിലും ഒരു ദൂത് ഇതിനകത്തൂടെ നിന്നോട് കൈമാറുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ പർവ്വതത്തെ സമഭൂമിയാക്കി തീർക്കുന്നവൻ നിനക്ക് വേണ്ടിയുണ്ട്. നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യോർദാൻ കടന്ന് അവര് സ്തോത്രം വാഗ്ദത്ത കനാനിലേക്ക് വരുന്ന വഴിയിൽ ഇതാ എരിഹോ മതിൽ ഉയർന്നു നിൽക്കുകയാണ്. ദൈവദാസനായ യോശുവ അല്പനിരാശയോടുകൂടെ തലകുനിച്ചിരിക്കുമ്പോൾ ഒരു ദൈവിക ഇടപെടൽ അവിടെ കാണുവാനായിട്ട് കഴിയും. അടച്ചു കെട്ടിയിരിക്കുക. അവിടെ ഒരു പദം പറയുന്നുണ്ട്, ജനം അകത്തോട്ടും പോകുന്നില്ല, അകത്തുള്ളവർ പുറത്തോട്ടും പോകുന്നില്ല. ഇതുപോലെ അടച്ചു കെട്ടപ്പെട്ട എരിഹോവിന്റെ കന്മതിൽ ദൈവജനത്തിന്റെ വാഗ്ദത്തത്തിന്റെ മുൻപിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ നിരാശയോടുകൂടെ യോശുവ അല്പം തലകുനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗം പറഞ്ഞു, യോശുവേ, യെരിഹോ മതിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നുള്ളത് ശരിയാ. അതിൻ്റെ അകത്തോട്ട് അങ്ങോട്ടും കിടക്കുന്നില്ല, ഇങ്ങോട്ടും കിടക്കുന്നില്ല എന്നുള്ളത് ശരിയാ. പക്ഷേ ഞാൻ അതിനെ നിന്റെ കയ്യിൽ തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അടയ്ക്കപ്പെട്ട് കിടക്കുന്ന, നിനക്ക് വഴി തുറക്കുവാൻ കഴിയാതെ നിനക്ക് മുൻപിൽ ശക്തിയോടെ ഉയർന്നു നിൽക്കുന്ന യെരിഹോ മതിലിനെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക. സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. നിരാശനായിരിക്കുന്ന യോശുവയുടെ മുൻപിൽ ഒരു പടയാളി, ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഒരു ചോദ്യം, നീ യഹോവയുടെ പക്ഷത്തോ അതോ ശത്രുപക്ഷത്തോ? താൻ പറഞ്ഞു, ഞാൻ യഹോവയുടെ പക്ഷത്തുള്ളവനായി വന്നിരിക്കുന്നു. യോശുവ തല നിവർത്തി നോക്കി. സ്തോത്രം. നിരാശപ്പെട്ട യോശുവ തല നിവർത്തി നോക്കി. ഞാൻ വിശദീകരിക്കുന്നില്ല, സംഭവം നമുക്കറിയാം. യെരിഹോ മതിൽ ഇന്നും പുനഃപരിശോധന നടത്തിയിട്ട് അത് എവിടെയാണെന്ന് കണ്ടെത്തുവാൻ പോലും കഴിയാതെ അത് താണുപോയി, ഭൂമിക്കടിയിലേക്ക് താണുപോയി. ദൈവജനത്തിന്റെ ആർപ്പും ആരാധനയും ദൈവശക്തിയും ഒക്കെ വെളിപ്പെട്ടപ്പോൾ ദൈവപ്രവൃത്തിക്ക് വിഘാതമായി വിപരീതമായി നിന്ന വൻമതിലുകളെ ദൈവജനത്തിന്റെ കാൽച്ചുവട്ടിൽ അതിനെ താഴ്ത്തി ദൈവജനത്തിന് വേണ്ടി പാന്താവുകളും പാതകളും തുറന്നെങ്കിൽ ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്നവരോട് ഫിലിപ്പിയ ലേഖനത്തിലൂടെ പൗലോസ് ഓർപ്പിച്ച ഒരു ശക്തമായ വിഷയം, അതിങ്ങനെയാണ്: നിന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ ഇടയ്ക്ക് തടയുവാൻ കഴിയുന്ന ശക്തിയില്ല. അതിനെതിരെ ഉയർന്നു നിൽക്കുന്ന കന്മതിലുകളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, വൻമലകളാകട്ടെ, ഒറ്റ വാക്കിൽ അതിൻ്റെ മേൽ നിനക്ക് ജയം തരുന്നൊരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കൈ അതിനെ തുടങ്ങിയെങ്കിൽ ദൈവത്തിൻ്റെ കൈ തന്നെ അതിനെ തീർക്കും. സ്തോത്രം. ശലോമോൻ ദൈവത്തിനൊരു വലിയ ആലയം പണിതിട്ട് അതിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ഇരുകരങ്ങളും രണ്ട് ഭാഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആമേൻ. തിരുമേനി നൽകിയ വാഗ്ദത്തമാണിത്. ആമേൻ. തൃക്കൈ കൊണ്ട് തന്നെ ഇത് നിവർത്തിക്കുക തന്നെ ചെയ്യും. തിരുമേനി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമേനി തൃക്കൈ കൊണ്ട് നിവർത്തിക്കും. സ്തോത്രം. തിരുമേനി അരുളി ചെയ്തത് ഇങ്ങനൊരു ആലയത്തെക്കുറിച്ചാണെങ്കിൽ അത് പണിയുവാൻ തൃക്കൈ തന്നെ അതിൻ്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കും. അത് ആമേൻ എത്രയോ ശക്തമായ നിലയിൽ ആമേൻ പണിതെടുക്കത്തക്ക നിലയിൽ ലോകം അറിഞ്ഞ് അതിനേക്കാൾ ഉന്നതമായ ലോകത്തിൽ ഉണ്ടാകാത്ത അതിശ്രേഷ്ഠമായൊരു ദേവാലയം ശലോമോൻ ചമച്ചിട്ട് താൻ പറയുകയാണ്, തിരുമേനിയുടെ തിരുവായിൽ നിന്ന് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് തന്നെ തിരുമേനി നിവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആമേൻ സ്വർഗം അരുളി ചെയ്തതിൻ്റെ പുറകിൽ സ്വർഗം നിവർത്തിക്കുമെന്നുള്ളത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവപ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാളോളം ഫിലിപ്പിയിലെ വിശ്വാസികളെ തീർക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതാരംഭിച്ചിട്ട് ഇടയ്ക്ക് ഇട്ട് തല്ലുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്കറിയാം, ഒരു പ്രവൃത്തി ഫിലിപ്പിയിൽ ആരംഭിച്ചു. സ്തോത്രം. അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അല്പ പ്രതികൂലങ്ങളും
പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് ഫിലിപ്പിയിലെ സഭ ആരംഭിക്കുവാനിടയായത്. കാരാഗ്രഹത്തിൽ കിടന്ന് അടികൊള്ളുവാനിടയായിത്തീർന്നു, വേദന സഹിപ്പാനിടയായിത്തീർന്നു. എന്നാൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവനുണ്ടല്ലോ, അതിൻ്റെ നാൾ വരെയും പൂർത്തീകരിക്കുവാൻ വിശ്വസ്തനാണ് എന്ന് പൗലോസ് അവിടെയുള്ള വിശ്വാസികളെ, അവിടെയുള്ള ശുശ്രൂഷകന്മാരെ എല്ലാം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മിൽ ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തി അതതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ജോസഫിൽ ഒരു പ്രവൃത്തി ദൈവം ആരംഭിച്ചു. നമുക്കറിയാം, യാക്കോബിൻ്റെ മക്കളിൽ ഇളയവനും പ്രത്യേകിച്ച് യാക്കോബിൻ്റെ ഇഷ്ടഭാജനവുമായിരുന്നു ആര്? ഈ ജോസഫ്. ഒരു സ്വപ്നം കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ജോസഫിന് വന്നു ഭവിച്ച ആ ഗതികേടുകളും പരാജയങ്ങളും അവൻ്റെ സഹോദരന്മാർ അവനെ എതിർത്തതും ഒക്കെ ഞാൻ സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. ആ നിലകളിൽ ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ജോസഫ് കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഏത് സ്വപ്നമാണോ അവനെ പിടിച്ച് ഇറക്കി ഈ കഷ്ടതയിലൂടെയും വേദനയിലൂടെയും പ്രതിസന്ധികളിലൂടെയും അവനെ കടത്തിവിട്ടത്, അതേ സ്വപ്നം കൊണ്ട് തന്നെ, ആമേൻ, അതിൻ്റെ വ്യാഖ്യാനം കൊണ്ട് തന്നെ ഉന്നതമായ പദവിയിലേക്ക് അവനെ ഉയർത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവനിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തീകരിച്ചത് നമുക്ക് ജോസഫിൻ്റെ ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും. ഒരു സ്വപ്നമാണ് അവനെ പൊട്ടക്കുഴിയിൽ എറിഞ്ഞതെങ്കിൽ, ഒരു സ്വപ്നമാണ് അവനെ കാരാഗ്രഹത്തിൽ അടച്ചതെങ്കിൽ, ആമേൻ, ഒരു സ്വപ്നമാണ് അവൻ്റെ ജീവിതത്തെ അവൻ്റെ സഹോദരന്മാർ പിച്ചി ചിന്തിയതെങ്കിൽ, അവൻ വെള്ളിക്കാശിന് വില പറഞ്ഞു വിറ്റതെങ്കിൽ, നമുക്കറിയാം ഫറവോൻ കണ്ടൊരു സ്വപ്നമാണ് അവനെ കാരാഗ്രഹത്തിൻ്റെ ഡോറ് തുറന്ന് പുറത്തു കൊണ്ടുവന്ന് കൊട്ടാരത്തിലെത്തിച്ച് അതിൻ്റെ മറുപടി ഫറവോനെ ശുഭമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഫറവോന് മനസ്സിലായി, ആമേൻ, ഇത് തന്നെയാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം, ഇതാണ് വ്യക്തമായി ഞാൻ കണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഫറവോൻ മറ്റൊന്നും പറഞ്ഞില്ല. ദൈവാത്മാവുള്ള ഇവനെ പോലെ മറ്റൊരുവനെ കണ്ടെത്തുവാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവന്മാർക്ക് പോലും അർത്ഥം പറയുവാൻ കഴിയാത്ത, സ്വപ്നത്തെ കുറിച്ച് പറയുവാൻ കഴിയാത്ത സ്ഥാനത്ത് സ്വപ്നവും സ്വപ്ന വ്യാഖ്യാനവും നൽകിത്തരുന്ന ജോസഫിനെ അടുത്ത ഫറവോന്റെ കസേരയിൽ ഇരുത്തിയത് ചരിത്രമാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്നിൽ ആരംഭിച്ച പ്രവൃത്തി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും. പൊട്ടക്കുഴി അതിൻ്റെ പുറകിലുണ്ട്, കാരാഗ്രഹമുണ്ട്, ഒത്തിരി പരീക്ഷകളുമുണ്ട്. ഇതെല്ലാം തരണം ചെയ്യേണ്ടി വരും. എന്നാൽ പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ മുന്നേറുന്നൊരു ദൈവ പൈതലിന്, ആമേൻ, ഇതൊന്നും ജീവിതത്തിൽ, ആമേൻ, അവസാനമല്ല. ഇതൊന്നുമല്ല അവൻ്റെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്നത്, ഇതൊന്നുമല്ല അവൻ്റെ ഭാവിയെ നിർണയിക്കുന്നത്. പ്രതികൂലങ്ങൾ അവനെ ജീവിതത്തിൽ ഒരുക്കിയെടുത്ത് അവനെ എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കുന്നതാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, നല്ല പ്രവൃത്തിയെ നിന്നിൽ ആരംഭിച്ചവൻ ആ ദിവസം വരെയും അത് തികയ്ക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്തുവാ? രക്ഷയുടെ പ്രവൃത്തിയാണ്. അതെ, രക്ഷിതാവ് നമ്മുടെ അകത്ത് വന്ന് നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ച രക്ഷയുടെ പ്രവൃത്തി, വാക്യങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. ആ രക്ഷയാണ്, ആ വിടുതലാണ് നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി. ഓർക്കണം, നമ്മെ ആ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അവനെ പോലെ നാം ആയിത്തീരുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിച്ചപ്പോൾ ക്രിസ്തീയ ശുശ്രൂഷയുടെയും ക്രിസ്ത്യാനിത്വത്തിൻ്റെയും ഫലം എന്താണെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ക്രിസ്ത്യാനിറ്റിയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതർ ക്രിസ്ത്യൻ, മറ്റൊരു ക്രിസ്ത്യാനിയെ ഉളവാക്കുന്നതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഫലം. നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അതേ അനുഭവത്തിലേക്ക് മറ്റൊരുവനെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ക്രിസ്തീയ മൂല്യത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്, ഫ്രൂട്ട് എന്ന് പറയുന്നത്.
അല്ലാതെ കൈയടിക്കുന്നതോ പാട്ടുപാടുന്നതോ സ്വോത്രം ഇതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മെപ്പോലെ ഒരുവനെ രൂപപ്പെടുത്തിയാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത്, അല്ലയോ അഗ്രിപ്പ രാജാവേ, ഈ ചെങ്ങല അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്നെപ്പോലെ തന്നെ നിങ്ങളാകണം. സ്തോത്രം. ഞാനായിരിക്കുന്ന ആ സ്ഥിതി പോലെ നിങ്ങളുമായി തീരണം. അതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ശുശ്രൂഷയുടെ താല്പര്യം അതാണ്. ഞാൻ ഈ ചെങ്ങല ധരിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, എൻ്റെ പർപ്പസ് അതാണ്. എന്നെപ്പോലെ നിങ്ങളായിത്തീരുക എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിത്വത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അനേകരെ ക്രിസ്ത്യാനികളാക്കുക. മറ്റൊന്ന്, ക്രിസ്തുവിൻ്റെ ആ അനുരൂപമായ അനുദിനം വളർന്നു വന്നിട്ട് നാമും അവനെ പോലെ ആകുന്നൊരു ദിവസമുണ്ട്. എനിക്ക് സന്തോഷം തോന്നിയത് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവെന്ന, നാം അവനെ പോലെയാകുമെന്ന. സ്തോത്രം. സാന്നിധ്യം, സാമീപ്യം, സായുജ്യം, സാലോക്യം, സായുജ്യം, ഇതൊക്കെ നമ്മൾ പഠിച്ചു നോക്കിയാൽ കേട്ടോ, അതേ രൂപത്തിൽ, അതേ ലോകത്ത്, അതേ അനുഭവത്തിൽ, അവിടുത്തെ പോലെ തന്നെ, അതേന്നെ നമ്മുടെ കർത്താവിനെ പോലെ തന്നെ നമ്മളാകും. ഇന്ന് ചുക്കിച്ചുളിഞ്ഞ ശരീരവും കറുത്ത നിറവും കണ്ടാൽ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ഇതൊക്കെ ചോക്ലേറ്റിൻ്റെ നിറവാന്ന് അങ്ങേര് പറഞ്ഞ പോലെ പുറമേ ഇട്ടിരിക്കുന്ന ആ കടലാസിൻ്റെ നിറത്തിലാണ് ഇപ്പോൾ ആളുകളെല്ലാം കാണുന്നത്. അങ്ങനെയൊക്കെ ധരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചിന്താഗതികളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അവനെ പോലെ നാം ആകുന്നൊരു ദിവസമുണ്ട്. അതെ, നമ്മുടെ കർത്താവിനെ പോലെ. അത് നമ്മുടെ നിറം മാറും, നിലവാരം മാറും, സാഹചര്യങ്ങൾ മാറും, ഇതെല്ലാം മാറും. തേജസ് വാരി ചുറ്റിവരായി അവരോടൊരുമിച്ച് തേജസ്സിൽ നടകൊള്ളുന്ന ആ പൊൻസുദിനം ആത്മാവിൽ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനൊരു പൊൻസുദിനമുണ്ടെന്ന് ദൈവവചനം ഉറപ്പ് തരികയാ. സ്തോത്രം. നാം ഇങ്ങനെ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നു, നാം അവനെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക, പ്രതിബിംബം, അവന്റെ പ്രതിബിംബം നമ്മിലുണ്ട്. എന്നാൽ അവനെ പോലെ നാം ആയിത്തീരുന്ന അനുഭവമുണ്ട്. സ്തോത്രം. ആ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുകയാണ്, അതേ പ്രതിമയായി നാം മാറുകയാണ്. ഈ മർത്യശരീരത്തിൻ്റെ 7 താഴ്ചകൾ, ആമേൻ, ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ തുടങ്ങി, ആമേൻ, ഈ മർത്യമായതിനെ എല്ലാം മാറ്റി, ആമേൻ, ഉന്നതമായ അനുഭവത്തിലേക്ക്, ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക്, ഉദാത്തമായ അനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതലായിത്തീരുന്ന ആ തികയുന്ന അനുഭവം, അതാണ് തികയുന്ന അനുഭവം എന്ന് ഞാൻ ഈ പറഞ്ഞത്. സ്തോത്രം. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോവും. എന്താ, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്നവനെ മുഖാമുഖമായി കാണും. പൂർണ്ണമായത് എന്താ? നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുന്നതാ പൂർണ്ണമായത്. സ്തോത്രം. അവനെ മുഖാമുഖമായി തേജസ്സിൽ കാണുന്നൊരു പൊൻസുദിനമാണൊരു ദൈവവൈതലിൻ്റെ പ്രത്യാശ. സ്തോത്രം. ഇന്ന് കഷ്ടതകളും വേദനകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച് വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്ന് കർത്തൃ ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ ഓർക്കണം, നമ്മുടെ കർത്താവിനെ ഒന്ന് വെളിപ്പെടുത്താൻ, അവനെ പോലെ ആയിത്തീരാനാണ് ദൈവം നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്നേഹിതനാണ് കഴിഞ്ഞ ദിവസം ബീഹാറിൽ വെച്ച് വലിയ പ്രയാസം അനുഭവിച്ച ആമേൻ CP സണ്ണി കൊച്ചുറാണി. ഞങ്ങൾ ചെറിയ പ്രായം മുതലേ അറിയുന്നത് വൈക്കം ഡിസ്ട്രിക്റ്റിലെ MM വീട്ടർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സീനിയർ കർത്തൃദാസൻ്റെ മകനാണ് സണ്ണി പാസ്റ്റർ. അദ്ദേഹം അനുഭവിച്ച വ്യതകളെക്കുറിച്ച് നാം എല്ലാം അറിഞ്ഞു, പ്രാർത്ഥിച്ചു, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഒത്തിരി വ്യതകളും വേദനകളും കഷ്ടങ്ങളും കർത്താവിന് വേണ്ടി അന്യദേശങ്ങളിൽ പോയി അനുഭവിക്കുന്ന ദൈവദാസന്മാരുണ്ട്. നമുക്കതൊന്നും, അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. നമ്മൾ സ്തോത്രം പറഞ്ഞ് അല്ലേലൂയ പറഞ്ഞു, എന്നിട്ടും ദൈവത്തെ സ്തുതിക്കാനോ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനോ നമുക്ക് പലപ്പോഴും സമർപ്പണമില്ല. എന്നാൽ എത്രയോ ത്യാഗങ്ങളും വേദനകളും പ്രതിസന്ധികളും സഹിച്ചുകൊണ്ട് കർത്തൃദാസന്മാർ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അവരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഞങ്ങളിലൂടെ ഞങ്ങളുടെ കർത്താവിനെ വെളിപ്പെടുത്തണം.
അനേകരെ കർത്താവിനെ അറിയാത്തവർ, ദൈവവചനം അറിയാത്തവർ, രക്ഷ തിരിച്ചറിയാൻ കഴിയാത്തവർ, മുക്തി പ്രാപിക്കാൻ കഴിയാത്തവർ, അവരെ യേശുവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടെ ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും എത്രയോ സ്റ്റേറ്റുകളിൽ കർത്തൃദാസന്മാർ അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഒരു കാര്യം പറയാം, ഇന്നവർ അനുഭവിക്കുന്ന ഈ കഷ്ടത ഈ മർത്യ ശരീരത്തിൽ അനുഭവിക്കുന്നെങ്കിൽ തേജസ്സിന്റെ ശരീരം ലഭിക്കുന്ന ഒരു പുത്തൻ സുദിനമുണ്ട്. അവൻ അതിവിദൂര ഭാവിയിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ രക്ഷയിലായി ഉയർക്കും. അവൻ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ തേജസ്സോട് നോടിക്കുള്ളിൽ പറന്നുയരുമ്പോൾ റാപ്ചർ എന്ന് പറയും, നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒന്ന്. അന്ന് തേജസ് വാരിച്ചുറ്റിയവരായി നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണും. അതാണ് നമ്മുടെ പൂർണ്ണത എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവുമായി ഒരുമിച്ച് സന്തോഷിക്കും, അന്ന് പ്രതിഫലം പ്രാപിക്കും. ആമേൻ. ആരാധിക്കും. അവിടെയും ഇവിടെ ആരാധിക്കാത്തവർ അവിടെ എങ്ങനെ ആരാധിക്കും? ആരാധിക്കുക ഇവിടെ തലകുലുക്കുന്നവരുടെ തലകുലുക്കിക്കൊണ്ടിരിക്കും. അവിടെ ചെല്ലുമ്പോഴും ആത്മാവിൽ ദൈവത്തെ ഹല്ലേലൂയ എന്നൊക്കെ ഒരു ശബ്ദം കേട്ടാൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഇവിടെ ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയാത്തവൻ അവിടെ ചെന്ന് എങ്ങനെ ഈ ഹല്ലേലൂയയുടെ നടുക്ക് ഇരിക്കുമെന്നുള്ളതാണ്. ഏതായാലും വേണ്ടുമില്ല, നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവവചന പ്രകാരം നിലകൊള്ളാം. നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് അടുത്തുപോയി വിശ്വസ്തരായി ദൈവത്തെ സേവിപ്പാൻ ഈ ഫിലിപ്പി ലേഖനം നമ്മെ പഠിപ്പിക്കുക. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുന്ന ഒരു നല്ല ദിവസമുണ്ട്. ക്രിസ്തുവിൻ്റെ നാളെ നമ്മുടെ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചില കാര്യങ്ങളോട് ഓർപ്പിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ ക്ലാസ്സിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങൾ ഈ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞാട്ട കർത്താവ് എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിക്കണം, അങ്ങോട്ട് രക്ഷ എന്നിൽ ആരംഭിക്കണം, അങ്ങോട്ട് പൂർത്തീകരണത്തിലേക്ക്, അങ്ങോട്ട് ആ സ്വരൂപത്തോട് അനുരൂപമായി തീരുന്ന ആ ഉന്നതമായ ആ അനുഭവത്തിലേക്ക് എന്നെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കണം. അങ്ങോട്ട് വരവിങ്കൽ അങ്ങോട്ട് ഒരുമിച്ചായിരിക്കുന്ന അപ്പൻ സുദിനത്തെ സ്വപ്നം കണ്ടുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള കൃപ എനിക്ക് നൽകണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ഈ ക്ലാസ് കേട്ട ഏവർക്കും അതിനിടയാക്കണമേ. നിന്റെ വചനം മാറ്റമില്ലാത്ത വചനം, അതുള്ളതുപോലെ ജനങ്ങളിൽ ക്രിയ ചെയ്യുകയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയും ചെയ്താട്ടെ. അങ്ങയുടെ നാമത്തെ മാത്രം ഉയർത്തിയാണ്ടത് കേൾക്കുന്നവർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.